പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വി നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്കൊരു ദിവസം കൂടി തന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. അതേസമയം നമ്മൾ മറ്റൊരു കാര്യം ഓർക്കുന്നത്, ഈ ദാനം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് പ്രഭാതങ്ങളിലൂടെയാണ്. ഓരോ പ്രഭാതവും ദിവസത്തിലേക്ക് തുറക്കുന്ന കവാടമല്ലേ? അങ്ങനെ ഈ ദിവസത്തിലേക്ക് ഈ പ്രഭാതത്തിലൂടെ നമ്മൾ കടന്ന് എത്തിയിരിക്കുന്നു. നമുക്ക് ഈ ദിവസത്തെ മുഴുവനും, ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലൊന്ന് കൊണ്ടുവരാം. ഇന്ന് നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, കടമകളെ, നമ്മളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ, നമ്മൾ ആർക്ക് വേണ്ടി സേവനമോ ശുശ്രൂഷ ചെയ്യുന്നു അവരെ, നമ്മുടെ കുടുംബ മേഖലകളെ, നമ്മളായിരിക്കുന്ന അവസ്ഥയെ എല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവ്, ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന് ഹൃദയത്തിൽ പറഞ്ഞിരിക്കുക. സമർപ്പിക്കുന്നിടത്തോളം ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കും. മുഴുവൻ സമർപ്പിച്ചാൽ മുഴുവൻ, പകുതിയായാൽ പകുതി. അതുകൊണ്ട് നമുക്ക് മുഴുവനും പരിശുദ്ധാത്മാ നിറയാനായിട്ട് കർത്താവിന് സമർപ്പിക്കാം. നിൻ്റെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ ഈ ദിവസം നിറച്ച് നയിച്ച് അനുഗ്രഹിക്കണമേ. നന്മയുടെ വഴികളിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണമേ. ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളും നീ കൂടെ ഉണ്ടാകുമാറാകണമേ. നമുക്ക് ഹൃദയത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാം. നമുക്ക് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ മാതാവിൻ്റെ സഹായവും മാധ്യസ്ഥം പ്രാർത്ഥിച്ച് നമുക്ക് നന്മ നിറഞ്ഞ മറിയം ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കൊരു നിയോഗം കൂടി ആവശ്യമായിട്ടില്ലേ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്നൊക്കെ ഈ വിദേശങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ളവരുണ്ട്. നമുക്ക് അങ്ങനെയുള്ളവരെ, അവർക്ക് ചിലരൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ സമയം അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കുറിപ്പ് എടുക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവരെയും നമ്മുടെ ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും
പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിന്നൊരു വചനഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 36 മുതൽ 50 വരെയുള്ള വചനഭാഗമാണ്. അതിൻ്റെ ഒരു കേർണലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് അതിനകത്തുള്ളൊരു കഥാപാത്രമായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതാണ്. അവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് നിരവധിയായ അവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് നിരവധിയായ അവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അതാണ് ഇതിൻ്റെ കാമ്പായിട്ട് നിൽക്കുന്ന വചനഭാവം നമുക്ക് ഓർക്കാൻ സാധിക്കും. കഥ നമുക്കറിയാം. ശിമയോൻ്റെ ഭൂമിയിടയിൽ പാപിനിയായ ഒരു സ്ത്രീ എത്തിച്ചേരുന്നതും അനുവാദം കൂടാതെ അകത്ത് കിടന്ന് അവിടെ ആസനസ്ഥനായിരുന്ന കർത്താവിൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞ് ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല. അവൾ കണ്ണീര് കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ കഴുകുകയും തൻ്റെ കേശഭാരം കൊണ്ട് തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്ത് അവസാനം മാനസാന്തരപ്പെട്ടവളായിട്ട് തിരിച്ചുപോയ ഒരു കഥ നമ്മൾ വായിക്കുന്നില്ലേ? മഹാകവി വള്ളത്തോൾ മഗ്ദലന മറിയം എന്ന പേരിൽ ഒരു നല്ല കാവ്യം പ്രസിദ്ധീകരിച്ച് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ വായിക്കണം. അതൊക്കെ ഇപ്പോൾ കവിതയൊക്കെ വായിക്കുന്ന ശീലങ്ങളൊക്കെ നമ്മുടെ ആളുകളുടെ ഇടയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വായനതിൻ്റെ മരിക്കുന്നു എന്നല്ലേ പറയുക. അപ്പോൾ അതിനകത്ത് ആ സ്ത്രീ കർത്താവിൻ്റെ പാദങ്ങളിൽ കമന്ന് കിടന്ന് പറഞ്ഞതായിട്ട് കവി ഭാവന ചെയ്യുന്നത്, നാഥാദാവാജ്ഞകൾ കേട്ടു നടക്കാതെ നാനാപരാധങ്ങൾ ചെയ്തു പോയി ഞാൻ. നാഥ നിന്നാജ്ഞകൾ കേട്ടു നടക്കാതെ നാനാപരാധങ്ങൾ ചെയ്തു പോയി ഞാൻ. അവൾ കരഞ്ഞ് അവിടെ കണ്ണീരുകൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ കഴുകി. നമുക്കതേക്കുറിച്ച് പറയാൻ പറ്റും. കണ്ണീരെന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ അവളുടെ ഉള്ളു മുഴുവൻ കർത്താവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു, അതിൻ്റെ ശുദ്ധിയോടും അശുദ്ധിയോടും കൂടെ. അവളുടെ തലമുടി കൊണ്ട് തുടച്ചു. അവൾക്ക് മുഗ്ധമാ നിതംബത്തെ മൂടിക്കിടക്കുന്ന നീടുറ്റ നീലത്തഴയ്ക്ക് തുല്യം എന്നാണ് മുടിയെക്കുറിച്ച് കവി പറയുന്നത്. അവളുടെ കേശഭാരം കൊണ്ട് മുടി കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ ആ കണ്ണീര് തുടച്ചു. സ്ത്രീത്വത്തിൻ്റെ അടയാളമല്ലേ മുടി എന്നൊക്കെ പറയുക? പൊതുവെ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് കണക്കാക്കുക. സ്ത്രീത്വത്തിൻ്റെ അടയാളമാണ് ഈ മുടി എന്ന് പറയുന്നത്. അവൾക്ക് ഒരുപാട് മുടി, മനോഹരമായ കേശഭാരമുണ്ടായിരുന്നു എന്നൊക്കെ കവി വർണ്ണിക്കുന്നത്. അത് കവിയുടെ ഭാവനയാണ്. അതേസമയം നമുക്ക് പറയാൻ പറ്റും അവളുടെ സ്ത്രീത്വത്തെ കർത്താവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ ഉള്ളു മുഴുവൻ കണ്ണീരിലൂടെ സമർപ്പിച്ചു. അതിനുശേഷം തൻ്റെ സ്ത്രീത്വത്തെ അവൾ കർത്താവിന് സമർപ്പിച്ചു. പിന്നെ ഒന്നുകൂടെ കാണുന്നുണ്ട്, വിലയേറിയ സുഗന്ധതൈലം കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ പൂശി. കാശ് ചിലവായിട്ടുണ്ട്. അവൾക്കുണ്ടായിരുന്ന സമ്പത്ത് പോലും അവൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നാണ് പറയുക. അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ കാവ്യം അങ്ങനെ പോകുന്നത് നമുക്കറിയാം. അപ്പോൾ അവസാനം കർത്താവ് അവളോട് പറയുന്നുണ്ട്, അപ്പപ്പോൾ ചെയ്തൊരു പാതകത്തിനൊക്കെയും ഈ പശ്ചാത്താപമാണ് പ്രായശ്ചിത്തം. അപ്പപ്പോൾ നീ പാതകങ്ങൾ ചെയ്തു പോയോ? അതിന് ഈ പശ്ചാത്താപമാണ് അതിൻ്റെ പ്രായശ്ചിത്തം. തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുക. ഒരു തെറ്റും മനസ്സ് സൂക്ഷിച്ചു കൊണ്ട് നടക്കരുത്. ആ തെറ്റുകളെക്കുറിച്ചുള്ള അനുതാപം തന്നെ ഒരു പ്രായശ്ചിത്തമായിട്ട് മാറുകയാണെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുക. അവളെ ആശ്വസിപ്പിച്ച് അവളുടെ മനസ്സ് ശാന്തി കൊണ്ട് നിറച്ച് കർത്താവ് പറഞ്ഞു വിട്ടു. എത്ര മനോഹരമാണ് കഥ! ഒരു കണക്കിന് ഓർത്താൽ ഒരുപാട് മനസ്സുകൾക്ക് സൗഖ്യം നൽകുന്നൊരു കഥയല്ലേ ഇത്? സുവിശേഷത്തിലെ സംഭവമല്ലേ ഇത്? നമുക്ക് നമ്മുടെ കുറവുകളോ പോരായ്മകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ നീതീകരിച്ചും അതിനെ വിലയില്ലാത്ത രീതിയിലേക്ക് മാറ്റിക്കളഞ്ഞും അതിനെ നമ്മൾ നിരാകരിക്കുകയല്ല ചെയ്യുക. നമ്മുടെ തെറ്റുകൾ ചെറുതോ വലുതോ ആകട്ടെ, നാനാപരാധങ്ങൾ ചെയ്തു പോയി ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്തു പോയ അപരാധങ്ങൾക്ക് ഈ പശ്ചാത്താപമാണ് പ്രായശ്ചിത്തമായി നിൽക്കുക. അതുകൊണ്ട് പശ്ചാത്തപിക്കാത്ത ഒരു പാപവും പ്രിയ സഹോദരങ്ങളെ, ഒരു തെറ്റും സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കരുത്. ദൈവപാദങ്ങളിൽ അത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അതല്ലേ നമ്മുടെ കുമ്പസാരം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ മറിയം എന്ന് പറഞ്ഞ സ്ത്രീ കുമ്പസാരിക്കാമെന്നതാ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അവൾ കുമ്പസാരിച്ചു. അവളുടെ ഏറ്റുപറച്ചിൽ അത് കണ്ണീരിലൂടെ ആയിരുന്നു എന്ന് മാത്രം. അവൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഏറ്റുപറച്ചിലിൻ്റെയും സമർപ്പണത്തിൻ്റെതുമായിരുന്നു. അപ്പോൾ
ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ പാപങ്ങളെ സമർപ്പിക്കുന്ന കുമ്പസാരം എന്ന കൂദാശയുടെ മനോഹാരിതയൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാം സമർപ്പിച്ചപ്പോൾ, മുഴുവനും കൊടുത്തു കഴിഞ്ഞപ്പോൾ ശാന്തിയും സമാധാനവും കൊണ്ട് കർത്താവ് അവളുടെ ഹൃദയങ്ങളെ നിറച്ചു. ഞാൻ ഒരിക്കലും ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ കട കണ്ടു. ഒരു വലിയ കച്ചവട സ്ഥലമാണ്, നമ്മുടെ ലുലു മാള് പോലെ, അത്രയില്ലെങ്കിലും അതിൻ്റെയൊക്കെ ഒപ്പം വരുന്ന അല്ലെ ആ തരത്തിലുള്ളൊരു കട. അതിൻ്റെ മുകളിൽ ബോർഡ് എഴുതിയിരിക്കുക ചെയ്യുന്ന മോർ, MORE, മോർ എന്ന്. ഈ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഏതായാലും പലതവണ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മോർ, കൂടുതൽ. ഒരു പക്ഷേ അത് അങ്ങനെ ആയിരിക്കാം. എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ പറയാം, അവിടെ നല്ല ക്വാളിറ്റിയുള്ള ധാരാളം മോർ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാകാം. അല്ലെങ്കിൽ അവിടെ ആ ആളുകളെ തൃപ്തിപ്പെടുത്താൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടുതലായിട്ട് അവിടെ ഉണ്ടാകാം. നല്ല സേവനമുണ്ടാകാം. വിലയുടെ കാര്യം നമുക്ക് പറയത്തില്ലല്ലോ, അത് കച്ചവടമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ മോർ എഴുതി വെച്ചിരിക്കുന്നു കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് തേടിപ്പോയാൽ അല്ല അവരെന്തുകൊണ്ട് അങ്ങനെ എഴുതി ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. അതൊക്കെ ഓരോ ബിസിനസ് ടാക്ടിക്സ് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഈ മോർ എന്ന വാക്ക് സഹോദരങ്ങളിൽ നമുക്കൊന്ന് ഓർത്ത് നോക്കിയാൽ കൂടുതൽ എന്നർത്ഥം. നമ്മളെല്ലാവരും ഈ മോർ എന്ന് പറയുന്നത് മനസ്സിൽ ഇപ്പോഴും കൊണ്ടുനടക്കുന്ന ആളുകളാണ്. ഇറങ്ങിയാൽ നമ്മളൊരു ബസ്സിൽ കയറിയാൽ ഏറ്റവും മോർ കംഫർട്ടബിൾ സീറ്റ് അതല്ലേ നമ്മൾ നോക്കുക, ബസ്സിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മോർ കംഫർട്ടബിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വേണം നമുക്ക്, അതും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് കൂടുതൽ ബഹുമാനവും ആദരവും കിട്ടണം, അംഗീകാരം കിട്ടണം, എല്ലാവരേക്കാൾ കൂടുതലായിട്ട്. കുട്ടിക്കാലത്തൊക്കെ ഇത് വളരെ രൂക്ഷമാണെന്നൊക്കെ നമുക്ക് ഓർക്കാം. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണ സ്ഥാനമൊക്കെ വരുമ്പം ജ്യേഷ്ഠന് കൂടുതൽ കൊടുത്താൽ അനുജൻ പിണങ്ങും, നമുക്കറിയാം. അങ്ങനെയൊക്കെയുള്ള ചില കഥകളൊക്കെ യെസോവിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ കഥയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളത് അതൊരാർത്തിയാണ്, അത്യാഗ്രഹമാണോ? ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് അത്യാഗ്രഹമാണ്, ആഗ്രഹത്തിന് അപ്പുറം നിൽക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് മോറിന് വേണ്ടി ആഗ്രഹിക്കുകയും വാദിക്കുകയും ചെയ്യുന്നവരാണ് എല്ലായിടത്തും. ഈ മോർ നമുക്കതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലൂടെ ഉണ്ടാകട്ടെ. ആത്മീയ ജീവിതത്തിൽ ഈ മോർ നമ്മൾ സൂക്ഷിക്കണം. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലുണ്ടാകട്ടെ, നമുക്ക് ഓർക്കാൻ സാധിക്കുന്നു. കൂടുതൽ കാര്യം, കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് എങ്ങനെയാണെന്നറിയോ, ഇത്രയും പ്രാർത്ഥനയൊക്കെ മതി, ഇത്രയൊക്കെ ചെയ്താൽ മതി, ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോയാൽ മതി, അല്ലെങ്കിൽ ആ പള്ളിയിൽ പോയാൽ അതിന് പുറത്ത് നിന്നാൽ മതി, അകത്ത് കയറണമെന്നില്ല, ഉറക്കെ പ്രാർത്ഥിക്കണമെന്നില്ല, കൂദാശകൾ സ്വീകരിക്കുന്നത് ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ഒരു നീതികേണ്ട ഫരിസേയ മനസ്സ് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അല്ല, കൂടുതൽ ചെയ്യാൻ പറ്റുമോ? നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറയും, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കണം. കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കണം. നമുക്ക് 5 പൈസ മുടക്കില്ലാത്ത കാര്യമാണ് ഇതൊക്കെ. എങ്കിൽ പോലും നമ്മൾ അത്രയൊന്നും ചെയ്യാറില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ആധ്യാത്മിക കാര്യത്തിൽ ധാരാളമൊക്കെ സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും, കൂടുതൽ നന്മ ചെയ്യാൻ പറ്റും, കൂടുതൽ സന്തോഷം പകരാൻ പറ്റും, കൂടുതൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ പറ്റും, കൂടുതൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും. ഈ മോർ നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുമ്പോൾ ഇത് അത്യാഗ്രഹമല്ല. ആധ്യാത്മിക തലത്തിൽ നമ്മളെന്നും മുമ്പോട്ട് കുതിക്കുന്നവരാകുമ്പോൾ, വളരുന്നവരാകുമ്പോൾ നമുക്ക് ഈ മോർ എന്ന ആശയം, ചിന്ത ഒത്തിരി സഹായിക്കും. എല്ലാം നന്നായിട്ടിരിക്കാൻ, ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നന്മ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ദൈവികമായി ജീവിക്കാൻ ഒക്കെ നമ്മളെ കൊണ്ടാവും എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ മോർ എന്ന് പറയുന്ന, കൂടുതൽ എന്ന് പറയുന്ന വാക്കിനർത്ഥമുണ്ട്. അവൾ അധികം സ്നേഹിച്ചത് കൊണ്ടാണ് നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത് എന്ന് ശിമെയോനോട് പറയുന്ന, ഏറ്റവും കുറച്ച് ആതിഥ്യ മര്യാദകൾ പാലിച്ച ഒരു വ്യക്തിയാണ് ശിമെയോനെന്ന് അവിടെ ശിമെയോനെ കുറ്റപ്പെടുന്നുണ്ട് കർത്താവ്. അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. നന്മ ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, സേവനം ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, എനിക്ക് ഇത്രയൊക്കെ മതി, അല്ലെങ്കിൽ ഇത്രയും കൊണ്ടൊക്കെ എല്ലാവരും തൃപ്തിപ്പെട്ടുള്ളൂ, ആ രീതിയിലുള്ള ചിന്താഗതിയിൽ ഇവിടെ നമുക്ക് എന്നെക്കൊണ്ട് എന്ത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും, എനിക്കെന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും, എനിക്കെന്തും എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റും, നന്മ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ മോർ എന്ന് പറയുന്ന ആശയത്തിന് എല്ലാ തരത്തിലും, ആധ്യാത്മിക തലത്തിൽ മാത്രമല്ല, ഭൗതികമായ തലത്തിൽ പോലും അതിന് പ്രസക്തിയുണ്ട്. അത് ഗുണകരമായൊരു കാര്യമാണെന്ന് ഓർക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം. അവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം.
ഒരിക്കലും ഒരു ധനാഢ്യയായ സ്ത്രീ പറഞ്ഞു എന്നറിയോ, അന്ന് പഴയ കാലമാണെന്ന് ഓർത്തുന്നത്, പഴയ കാലത്തെ ഒരു കഥയായത്. അവരുടെ ഭർത്താവ് ഒരു 100 പവൻ സ്വർണം വാങ്ങിക്കൊടുത്തു, പിന്നെ 1000 പറയ്ക്ക് നിലം വാങ്ങിയിട്ടു, പിന്നെ ഒരു ആനയും വാങ്ങിച്ചു. എന്നിട്ടും ഈ സ്ത്രീ എന്ന് ചോദിക്കാൻ, നിങ്ങൾ എന്ത് വാങ്ങിച്ചു തന്നു എന്നാണ് പറയുക? 100 പവൻ സ്വർണം വാങ്ങിച്ചോ? അത് അണിയാനുള്ളതല്ലേ? 1000 പറ നിലം വാങ്ങിയോ? അതൊക്കെ കഞ്ഞി കുടിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വകയല്ലേ? ഒരാനയെ മേടിച്ചായിരിക്കും, ഇന്ന് കാറിന് പകരം ആനയാന്ന് കൂട്ടിക്കോളൂ. അത് കുട്ടികൾ കളിക്കാനല്ലേ? പിന്നെ എന്ത് വാങ്ങിച്ചു തന്നു എന്നാണ് പറയുന്നത്? തൃപ്തിയില്ലാത്ത മനുഷ്യർ. അതൊക്കെ ഈ കഥകളൊക്കെ അങ്ങനെ ചില ഉദാഹരണങ്ങളാണ്. നമുക്കതുകൊണ്ട് എപ്പോഴും നന്ദിയുള്ള മനസ്സോടുകൂടിയൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ. കൊളോസ്യസ് ലേഖനം 2:6 3:16 നമ്മൾ കാണുന്നതാണ്. ദൈവത്തെ നമ്മൾ എപ്പോഴും സ്തുതിക്കണം. ഒരുപാട് കൃപകൾ, നന്മകൾ നമുക്ക് കിട്ടിക്കൊണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ നന്മകളെക്കുറിച്ച് കൂടുതലായ ബോധ്യമുള്ളവരായിട്ട് ദൈവത്തിന് കൂടുതൽ നന്ദി പറയുമ്പോൾ, ആര് കൂടുതൽ ദൈവത്തിന് നന്ദി പറയുന്നുവോ അവനിലേക്ക് വീണ്ടും വീണ്ടും കൃപ ഒഴുകും സഹോദരങ്ങളെ. അതുകൊണ്ട് കിട്ടിയ നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് തമ്പുരാനോട് കൂടുതൽ കൂറുള്ളവരാകാം എന്ന് നമുക്ക് ഓർക്കുന്നു. ഈ ദിവസം പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ എല്ലാ ദൈവം നമുക്ക് തന്ന എല്ലാ നന്മകളെ ഓർത്ത് എപ്പോഴും വെറുതെ നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് അതാ പൗലോസ് പറയുന്നത്, സദാ ദൈവത്തെ സ്തുതിക്കുക, കിട്ടിയ നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൂടുതൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവൾ അധികം സ്നേഹിച്ചുകൊണ്ട് നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചു. അതുകൊണ്ട് നമുക്ക് അധികം സ്നേഹിക്കുന്നവരാകാം, അധികം നന്മ ചെയ്യുന്നവരാകാം, അധികം പ്രാർത്ഥിക്കുന്നവരാകാം, അധികം കൃപകൾ തേടുന്നവരായി തീരാം. നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സഹോദരങ്ങളെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും നിറയാനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമർപ്പിക്കുന്നിടത്തോളം ദൈവം കൃപകളാൽ നമ്മളെ നിറയ്ക്കും. നമുക്കതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങൾ നിറയാനായിട്ട് ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സകല മാലാഖമാരെയും സകല വിശുദ്ധരെയും നമുക്ക് ഓർക്കാം. അവരുടെയൊക്കെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ അറിയുന്നു. സകല മാലാഖമാരും സകല വിശുദ്ധരും നമുക്ക് സംരക്ഷണമായി നിൽക്കുന്നു. എല്ലാ വിശുദ്ധരെയും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെയും നമുക്ക് ഓർത്ത് നമുക്കിന്ന് ആവശ്യമുള്ള കൃപകളൊക്കെ അവരുടെ മധ്യസ്ഥയിലൂടെ ലഭിക്കാൻ ഇടയാക്കണമേ എന്ന് ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരല്ലേ പലർക്കും വേണ്ടിയും? അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സമയം നമുക്ക് കൊണ്ടുവന്ന് ദൈവമേ അവരാഗ്രഹിക്കുന്ന നന്മ അവർക്ക് കൊടുക്കണമെന്ന് അപേക്ഷിക്കാം. രോഗികളുണ്ട്, അങ്ങനെയുള്ളവരുടെ കൂടെ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന തകർച്ച അനുഭവിക്കുന്ന വ്യക്തികളുണ്ട്. കൂടുതൽ കൃപ ആവശ്യമുള്ളവരുണ്ട് ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ഈ സമയം നമുക്ക് കർത്താവിന് സമർപ്പിച്ച് ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. ഒപ്പം നമ്മുടെ സഭയുടെ ശ്രേണികളിൽ നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ സഭാപിതാക്കന്മാരെ, മെത്രാന്മാരെ, വൈദികരെ, പ്രേക്ഷിതരെ എല്ലാം നമുക്ക് ഈ സമയം ഓർക്കാം. മരിയ കൂടാരങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്കെന്നും പ്രാർത്ഥിക്കണം. ഒരു ജപമാലയെങ്കിലും അവർക്ക് വേണ്ടി ചൊല്ലണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ മേഖലയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കും നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഭവനത്തിന് ആവശ്യമുള്ള എല്ലാ കൃപകളും കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എല്ലാ കൃപകളും നമ്മൾ നിറയാനിടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു.
എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ, എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ. ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ, ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിയിടും നീവ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? സഹോദരങ്ങളെ, നമുക്ക്
ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ഓർക്കാം. സഭയിലൂടെയാണ് നമുക്ക് ഈ കൃപകളും അനുഗ്രഹങ്ങളും കിട്ടുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ സഭയോട് ചേരാം. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനോടും മെത്രാൻ സംഘത്തോടും വൈദികരോടും സന്യസ്തരോടും പ്രേക്ഷിതരോടും ആത്മായ സഹോദരങ്ങളോടും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹവും ആശീർവാദം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും നിറയാണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തലകുനിച്ച് കണ്ണുകളടച്ച് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ നന്മയോടെ, ഹൃദയ വിശുദ്ധിയോടെ, ഔദാര്യത്തോടെ ചെയ്യുന്ന ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടേത് എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇതോടൊപ്പം ഗുഡ്നെസ് ടി വിക്ക് വേണ്ടിയും അതിലൂടെ ലോകത്തിന് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കൃപ നിറഞ്ഞതായി തീരാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ശുഭദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു.